ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BSc മലയാളത്തിലെ രണ്ടാമത്തെ മൊഡ്യൂളായ കഥാസാഹിത്യത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് ഈ മൊഡ്യൂളിലെ അവസാനത്തെ ചാപ്റ്റർ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇത് ഒരു കഥയല്ല, നോവലാണ്. മിണ്ടാപ്പെണ്ണ് എന്നാണ് ഈ നോവലിൻ്റെ പേര്. ഇത് എഴുതിയിരിക്കുന്നത് ഉറൂബാണ്. മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ഒട്ടേറെ നോവലുകളുടെയും ചെറുകഥകളുടെയും രചയിതാവായ PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ് എന്ന തൂലിക നാമത്തിലാണ് സാഹിത്യലോകത്ത് അറിയപ്പെടുന്നത്. മലയാള സാഹിത്യ ലോകത്ത് ഇന്നും പുതുമ നഷ്ടപ്പെടാതെ നിലകൊള്ളുന്നവയാണ് ഉറൂബിൻ്റെ രചനകൾ. മനുഷ്യപ്രകൃതിയുടെ അഗാധമായ ഭാവങ്ങളെ കാവ്യസുന്ദരമായി ചിത്രീകരിച്ച നോവലിസ്റ്റ് എന്ന നിലയിലാണ് ഉറൂബ് കൂടുതൽ ശ്രദ്ധേയനാവുന്നത്. വളരെ മനോഹരമായ ഒരുപാട് നോവലുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മിണ്ടാപ്പെണ്ണ്, ആമിന, മണിയറ എന്നീ നോവലുകളിലും മറ്റു നോവലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രധാന കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള നോവലുകളാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ വൈഭവം തെളിഞ്ഞു കാണുന്നുണ്ട്. സ്വപ്നങ്ങളെ ഹൃദയത്തിൽ ഒതുക്കി വെച്ച് ആരോടും ഒന്നും പറയാതെ വേദന കടിച്ചിറക്കി നാലുകെട്ടിൻ്റെ ഇരുട്ടറകളിൽ ജീവിക്കുന്ന മിണ്ടാപ്പെണ്ണുങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ ജീവിതം വളരെ ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്ന ഒരു നോവലാണ് മിണ്ടാപ്പെണ്ണ്. 1956 ഉറൂബ് ഈ കൃതി രചിക്കുന്നത്. 1970 അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി ഈ നോവൽ ചലച്ചിത്രാവിഷ്കാരം കൂടി നേടിയെടുത്തു. ഇനി നമുക്ക് ഈ നോവലിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കേൾക്കാം. അതിനുമുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ നോവലൊക്കെ കേട്ട് തുടങ്ങിക്കോളൂ. നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, പ്രത്യേകം പറയുകയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോവൽ സ്റ്റാർട്ട് ചെയ്യാം. വളരെ ലളിതമായ ഒരു കഥാ പശ്ചാത്തലത്തിലാണ് മിണ്ടാപ്പെണ്ണ് എന്ന നോവല്. തകർന്നടിഞ്ഞു പോയ ഒരു തറവാട്ടിലെ കുഞ്ഞുലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ കഥ ഈ നോവലിലൂടെ ഇതൾ വിരിയുകയാണ്. പഴയ പ്രതാപത്തിൻ്റെ ഓർമ്മകളല്ലാതെ മറ്റൊന്നും കൈമുതലായിട്ട് ഇല്ലാത്ത കിട്ടുണ്ണി നായർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണശേഷം സഹോദരിയായ ദാക്ഷായണി അമ്മയും ഭർത്താവും താമസിക്കുന്ന സ്വന്തം വീട്ടിലേക്ക് മകള് കുഞ്ഞിലക്ഷ്മിയുമായിട്ട് ചെല്ലുകയാണ്. സഹോദരിയുടെ ഭർത്താവിൻ്റെ പേര് കുഞ്ഞിക്കേളു മേനോൻ എന്നതാണ്. അപ്പോൾ അയാളാണെങ്കിൽ മരത്തടി കച്ചവടക്കാരനും പണക്കാരനുമൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾ കണ്ണിൽ ചോരയില്ലാത്ത ഒരാളായിരുന്നു. ഒരു ദയവും അയാൾക്കില്ല. അയാളാണ് വീട്ടിലെ സർവാധിപതി എന്ന് പറയുന്നത്. ഭാര്യയും മകനും അദ്ദേഹം പറയുന്നതിനപ്പുറം പ്രവർത്തിക്കില്ല. മകൻ ചന്ദ്രനോടൊപ്പം കുഞ്ഞിലക്ഷ്മി വളരുമ്പോൾ അവൻ്റെ മുറപ്പെണ്ണ് എന്ന ചിന്ത ദാക്ഷായണി അമ്മയ്ക്കും കിട്ടുണ്ണി നായർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ ബന്ധം വളർത്താൻ കുഞ്ഞിക്കേളുമേനോൻ ഒട്ടും ആഗ്രഹിച്ചില്ല. തൻ്റെ കഷ്ടസ്ഥിതിയെയും മകളുടെ ഭാവിയെയും ഓർത്ത് എല്ലാ അവഗണനകളെയും കിട്ടുണ്ണി നായർ സഹിച്ചു. അകത്ത് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി കുഞ്ഞിലക്ഷ്മിയും നിശബ്ദയായി തന്നെ അവിടെ കഴിഞ്ഞുകൂടി. ഇതിനിടയിൽ സഹോദരിയുടെ മകനായ ചന്ദ്രനോട് പ്രണയമായി. ആ പ്രണയം അവൾ രഹസ്യമായി സൂക്ഷിച്ചു. ഉന്നത പഠനത്തിനായി പട്ടണത്തിലേക്ക് പോയ ചന്ദ്രൻ പഠിച്ച് ബിരുദം നേടുകയും നല്ല കമ്പനിയിൽ ജോലി സമ്പാദിക്കുകയും ചെയ്തു. തൻ്റെ സഹപ്രവർത്തകയായ സ്റ്റെനോഗ്രാഫർ കമലത്തെയാണ് ചന്ദ്രൻ സ്നേഹിച്ചത്. ഇതൊന്നും അറിയാത്ത കുഞ്ഞിക്കേളു മേനോൻ ധാരാളം സമ്പത്തുള്ള ഒരു തമ്പുരാന്റെ മകളെ ചന്ദ്രന് വിവാഹം ആലോചിച്ചു. കുഞ്ഞിലക്ഷ്മിയുടെ കാര്യം ദാക്ഷായണി അമ്മ ഓർമ്മിപ്പിച്ചെങ്കിലും ഭർത്താവ് അത് അവഗണിച്ചു. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് ചന്ദ്രൻ കമലയെ വിവാഹം ചെയ്ത് നഗരത്തിൽ താമസമാക്കി. കുഞ്ഞിക്കേളു മേനോനെ സംബന്ധിച്ച് അതൊരു കനത്ത പ്രഹരം തന്നെയായിരുന്നു. കാരണം തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്ന മകനാണ് വഴിതെറ്റി മാറിപ്പോയിരിക്കുന്നത്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അതോടുകൂടി വഷളായി. അപ്പോൾ അവരെ കൂട്ടിയിണക്കാനായിരുന്നു കുഞ്ഞിലക്ഷ്മിയുടെ പരിശ്രമം. അതിനിടയ്ക്ക് കുഞ്ഞിലക്ഷ്മിയെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് അയക്കാൻ മേനോൻ തീരുമാനിച്ചു. ട്രെയിനിങ്ങിന്റെ ഭാഗമായി അവൾ നഗരത്തിലെത്തി. അതിനിടയിൽ നഗരത്തിലെ വളരെ പരിഷ്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു കമലം. അതുപോലെ സ്വാതന്ത്ര്യബോധവും അവൾക്കുണ്ട്. എന്നാൽ ചന്ദ്രൻ എന്ന് പറയുന്നത് തീർത്തും ഒരു പഴഞ്ചനായിരുന്നു. ഒരു പഴഞ്ചൻ മട്ടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെയും കമലയുടെയും ദാമ്പത്യത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. പിന്നീട് അവരെ കൂട്ടിയിണക്കാനായി കുഞ്ഞിലക്ഷ്മിയുടെ പരിശ്രമം. സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും എല്ലാവരെയും കൂട്ടിയിണക്കാൻ കുഞ്ഞിലക്ഷ്മിക്ക് പ്രത്യേകമായൊരു കഴിവ് തന്നെ ഉണ്ട്. അതിലവൾ വിജയിക്കുകയും ചെയ്തു. അതിനുവേണ്ടി മാത്രം അവൾ തൻ്റെ മൗനം വെടിഞ്ഞു. ചന്ദ്രനോടുള്ള തൻ്റെ അഗാധമായ പ്രേമത്തിന് തടയിട്ടുകൊണ്ട് തൻ്റെ എതിരാളിയായി നിന്ന കമലത്തിൻ്റെ ഭാഗ്യത്തിനു വേണ്ടി
ആ കണ്ണുനീർ കടിച്ചമർത്തി ജീവിക്കുകയാണ് പിന്നീട് കുഞ്ഞുലക്ഷ്മി എന്ന ഗ്രാമീണ കന്യക. എല്ലാവരെയും തെറ്റിദ്ധാരണകളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും സങ്കീർണതകളിൽ നിന്നും മോചിപ്പിച്ച് ഏവർക്കും ആശംസകൾ നേർന്ന് സ്വന്തം വേദനയും പേറി ആ മിണ്ടാ പെണ്ണായ കുഞ്ഞുലക്ഷ്മി നടന്നകലുന്നതോടുകൂടി നോവൽ അവസാനിക്കുന്നു. കുഞ്ഞുലക്ഷ്മി എന്ന മിണ്ടാ പെണ്ണിൻ്റെ ഉള്ളിലെ കരുത്തുള്ള സ്ത്രീ ഹൃദയത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ നോവൽ എന്ന് പറയുന്നത്. ഇതോട് കൂടിയിട്ട് ഈ നോവൽ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സമ്മറിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോവൽ എല്ലാവരും വായിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കഥാപാത്ര നിരൂപണം ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ നോട്ട്സൊക്കെ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആദ്യമേ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.